വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂട്ടായിട്ടുള്ള ഡെസ്ക് ഡെക്കോറാണ്. ഇത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പിസ്താഷിയോ ഷെൽസ് ആണ് കേട്ടോ. ഇത് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. അത് കുറച്ച് വേണം. പിന്നെ വേണ്ടത് നമുക്ക് ക്രേ പേപ്പറാണ്, ഗ്രീൻ കളർ ക്രേ പേപ്പറാണ് വേണ്ടത്. പിന്നെ അതുപോലെ 2-3 കമ്പികൾ വേണം. അധികമൊന്നും വേണ്ട, നമ്മൾ 3 ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പം ഒരു 2-3 കമ്പികൾ വേണം. പിന്നെ സിസർ വേണം. അതുപോലെ തന്നെ ഞാനിവിടെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റെം സെറ്റ് ചെയ്യാനായിട്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ക്രേ പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നമുക്ക് ഫാബ്രിക്. നമ്മുടെ ഫ്ലേവറിന് ഏത് കളറാണോ നമുക്ക് കൊടുക്കാൻ ഇഷ്ടം അതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളർ ഫാബ്രിക്കാണ്. പിന്നെ പശ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഷെൽസ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്ന ഷെൽസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡ് കളർ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാനിവിടെ ഓരോ ഫ്ലവറിന് 3 പെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു ഫ്ലവറിന് 3 പെറ്റൽസാണ്. അത് കണക്കിന് ഞാനൊരു 9 പിസ്ത ഷെൽസ് എടുത്തിട്ടുണ്ട്. അതായത് 3 ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 9 ഷെൽസിന് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബ്രഷ് എടുക്കുക. ഞാൻ പിന്നെ പെയിൻറ്റിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിരുന്നു, അപ്പം പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടായില്ല. അപ്പോൾ ഒരു പൊടിക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലേസിങ് ഫിനിഷ് കിട്ടും നമുക്ക്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ച് ഈ ബൗളിലോട്ട് തന്നെയാണ് വെക്കുന്നത്. ഇത് നമുക്കിനി ഉണക്കാൻ വെക്കണം. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെൽസ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലീഫ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മുടെ ക്രേ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നടുക്കൊന്ന് മടക്കിയിട്ട് ലീഫിൻ്റെ ആകൃതിയിൽ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലീഫിൻ്റെ തണ്ട് അത് ഇച്ചിരി വണ്ണത്തിൽ, അതായത് ഒരുപാട് തിന്നായി പോകരുത്. ഇച്ചിരി ഈ ഒരു സൈസിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റെം സെറ്റ് ചെയ്യണം. സ്റ്റെം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കമ്പി എടുക്കുകയാണ്. കമ്പി എടുത്തിട്ട് നമുക്ക് ഒരു മീഡിയം സൈസിൽ, നമ്മൾ 3 ഫ്ലേവറാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഒരെണ്ണം ഇച്ചിരി ലെങ്ത്തിലും ബാക്കി 2 ചെറുതുമാണ്. നമ്മുടെ ഫ്ലേവറിന് സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് 2 കമ്പിയാണ്. അതിൽ നിന്ന് ഒരെണ്ണം ഒന്നും കൂടി ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരെണ്ണം ആ ഒരു വലുപ്പത്തിൽ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇച്ചിരി ലെങ്ത്തിലുള്ള കമ്പിയാണ് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റെമ്മ് ഗ്രീൻ കളർ ആക്കി എടുക്കാനായിട്ട് ഞാൻ ഗ്രീൻ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗ്രീൻ ടേപ്പ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. നമ്മുടെ ഗ്രീൻ കളർ ക്രേ പേപ്പറില്ലേ, ആ ക്രേ പേപ്പർ ഇതേ ഒരു പരുവത്തിൽ ഇച്ചിരി വിഡ്ത്തിലും അത്യാവശ്യം ലെങ്ത്തിലും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് നടുക്കൊരിച്ചിരി പശ തേച്ചിട്ട് നമ്മുടെ കമ്പി ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്താലും നല്ലതാണ്. അതുപോലെ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പശ തേക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്രീൻ ടേപ്പിൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുന്നത് കുറച്ച് പശയുള്ള ഒരു സൈഡാണ്. പിന്നെ നല്ല കമ്പിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്ക് ചെയ്തിരുന്നോളും. അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ. നമ്മുടെ ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഐറ്റംസ് ഇല്ലയെന്ന് വിചാരിച്ചുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഒന്നില്ലെങ്കിൽ അതിന് വേറൊരു പരിഹാരമായിട്ട് വേറെ എന്തെങ്കിലും വഴികൾ കാണും. ഇപ്പോൾ ഈ ക്രേ പേപ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഞാൻ കമ്പി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലെങ്ത്ത് ഉള്ള ഒരു ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള കമ്പിയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ ഈ കാണിക്കുന്നത് പോലെ അതിൻ്റെ ഒരു എൻഡ് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി, അത്യാവശ്യം വലിപ്പത്തിൽ ഇച്ചിരി റൗണ്ടാക്കി എടുത്ത് റോൾ ചെയ്ത് വയ്ക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിസ്താഷിയോ ഷെൽസ് എന്ന് പറയുന്നത് ഇച്ചിരി കട്ടിയുള്ളതല്ലേ. നമ്മളത് ഒട്ടിക്കുമ്പോൾ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 കമ്പികൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ കമ്പിയുടെ ടിപ്പ് നമ്മളൊന്ന് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇതുപോലെ നമ്മളൊരു 3 കമ്പികൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ 2 ചെറിയ കമ്പികളും ഒരെണ്ണം ഇച്ചിരി ലെങ്ത്തുള്ള കമ്പികളാണ്. അപ്പം നമ്മുടെ 3 സ്റ്റെംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഒരു സ്റ്റെം എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ റോൾ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെമ്മിൻ്റെ ആ ഒരു എൻ പോർഷനില്ലേ, അവിടേക്ക് ആ ഒരു കട്ടിയുള്ള ഭാഗത്തേക്ക് നമ്മൾ പശ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് പശ തേച്ചതിന് ശേഷം നമ്മുടെ ഷെൽസിൽ ഒരെണ്ണം എടുത്ത് ഒന്ന് ഫിക്സ് ചെയ്യുക. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടുലിപ്പ് ഫ്ലവറാണ്. അപ്പം ഒരു ഫ്ലവറിൽ 3 പെറ്റൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ആദ്യം
ഒരെണ്ണം വെക്കുക. അതിനുശേഷം ഇപ്പോൾ വെച്ച പെറ്റലിൻ്റെ മീതെ തന്നെ അടുത്ത പെറ്റൽ കയറ്റി വെക്കുക. അതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വെക്കുക. നമ്മുടെ ഫ്ലവേഴ്സിലൊക്കെ പെറ്റൽസ് ക്രോസ് ചെയ്തിട്ടല്ലല്ലോ ഇരിക്കുക, കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അതുപോലെ ഗ്യാപ്പ് ചെയ്തിട്ട് വെക്കുക. എന്നാലാണ് നമുക്ക് അടുത്ത പെറ്റൽ വരുമ്പോൾ ആ ഗ്യാപ്പിലോട്ട് കുറച്ച് കയറ്റി വെച്ചിട്ട് വേണം അടുത്ത പെറ്റൽ വെക്കാനായിട്ട്. ഞാൻ ഈ കാണിച്ചു തരുന്നത് പോലെ വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. തുലിപ്പ് ഫ്ലവറിൻ്റെ ഈ ഒരു ഷേപ്പിൽ കിട്ടും. 4 പെറ്റൽസ് യൂസ് ചെയ്താലും തെറ്റില്ല, അതും കുറച്ചുകൂടി ഭംഗിയായിരിക്കും. എനിക്കിവിടെ ഷെൽസ് കുറവായതുകൊണ്ട് ഞാൻ 3 പെറ്റൽസ് യൂസ് ചെയ്ത് ചെറിയൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കിത് 3 പെറ്റൽസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗി തോന്നിയത് കേട്ടോ. ചിലവർ 4 പെറ്റൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യും. അത് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഷെൽസ് ഉള്ളവർ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും 4 പെറ്റൽസ് യൂസ് ചെയ്തിട്ട് ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളൂ. അതിനുശേഷം ഇത് വെച്ചതിന് ശേഷം പുറം വശത്തായിട്ട്, അതായത് നമ്മുടെ സ്റ്റെമ്മിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ചും കൂടി പശ തേച്ച് വെക്കുകയാണെങ്കിൽ അത് ഒന്ന് ഉണങ്ങുമ്പോൾ നല്ലോണം ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള 2 സ്റ്റെംസും കൂടി ഉണ്ടല്ലോ, അതിലും കൂടി ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ ഉണക്കാനായിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലവർ ഫിക്സ് ചെയ്യാനായിട്ടൊരു ചെറിയ എന്തെങ്കിലും ഒരു ടിന്ന് എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വൈറ്റ് കളർ ഒരു ടിന്നാണ്. അതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തോട്ട് ഈ തെർമോക്കോളല്ല, ഇതൊരു സ്പോഞ്ചിൻ്റെ കഷ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് ഫ്ലോപ്പായി പോയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പോഞ്ച് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് തെർമോക്കോളിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള സംഭവം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ സ്റ്റെം ഫിക്സ് ചെയ്തപ്പം അതിനകത്തോട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ തണ്ട് അതിനകത്തോട്ട് ഇരിക്കുന്നില്ല, മറിഞ്ഞ് വീഴായിരുന്നു ചെയ്തത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഒരു സ്പോഞ്ച് ഞാൻ ഫോണിൻ്റെ കവർ എന്തോ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇത് ഇടുകയാണെങ്കിൽ നല്ലോണം കുനുകുനാന്ന് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. അപ്പോൾ അതിനകത്ത് ഇരുന്നോളും. അല്ലെങ്കിൽ തെർമോക്കോൾ ഇച്ചിരി കട്ടിയുള്ളതാണല്ലോ, അത് യൂസ് ചെയ്യുക. അത് നല്ലോണം ടൈറ്റായിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ബോക്സിൽ ഈ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഞാനപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അത്ര സക്സസ് ആയില്ല, എന്നിട്ട് ഞാൻ ചെയ്തു. നമ്മുടെ ഈ വൈറ്റ് കളർ ടിന്നിനകത്തോട്ട് ഞാൻ ഈ സ്പോഞ്ചൊക്കെ നിറച്ച് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഏറ്റവും ടോപ്പിലത്തെ ലെയറിനകത്തോട്ട് ഞാനൊരു തുളയിട്ട് വെക്കുന്നുണ്ട്. എന്നാലാണ് നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റെം അതിനകത്തോട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ നടുക്കൊരു തുളയിട്ട് വെക്കുന്നത്. അപ്പോൾ അതൊരു സർക്കിൾ ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളതിൻ്റെ മുകളിൽ വേറെ പേപ്പർ വയ്ക്കും, റൗണ്ട് കളർ കട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിനകത്തോട്ട് ഈ ഒരു സ്പോഞ്ച് ഒന്ന് കട്ട് ചെയ്ത് നടുക്കൊരു തുളയിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്രേപ്പ് പേപ്പറില്ലേ, ഒരു ഗ്രീൻ കളറ് അടുത്ത ഗ്രൗണ്ട് വശം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്രേപ്പ് പേപ്പർ ഒരു ഇച്ചിരി വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഈ റൗണ്ട് ഷേപ്പ് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് അതൊന്ന് അളവെടുത്ത് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെറുതെ പ്ലേസ് ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു റൗണ്ടിൽ കട്ട് ചെയ്ത പേപ്പറിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു തുളയിട്ട് വെക്കുന്നുണ്ട്. ആ സ്പോഞ്ചിൻ്റെ നടുക്ക് നമ്മൾ തുളയിട്ടില്ലേ, അതുപോലെ തന്നെ ഇതിനകത്ത് തുളയിട്ട് വെച്ചിട്ട് ഈ ഒരു ടിന്നിനകത്തോട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വെറുതെ ഇറക്കി വെക്കുന്നുള്ളൂ. ഈ ഒരു ടൈമിൽ നമ്മൾ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന നമ്മുടെ തുലിപ്പ് ഫ്ലവർ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ ലീഫ് സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലീഫ് എടുത്തിട്ട് അതിൻ്റെ തണ്ടിൻ്റെ വശിൽ ഞാൻ ഇച്ചിരി വീതിയിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇച്ചിരി പശ തേച്ചിട്ട് നമ്മുടെ സ്റ്റെമ്മിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു സ്റ്റെമ്മിൽ ഞാനൊരു 2 ലീഫ് വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഫ്ലവർ കുഞ്ഞ് ഫ്ലവർ അല്ലേ, അപ്പോൾ ഞാൻ ചെറുതാക്കി ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 3 ഫ്ലവേഴ്സിലും നമ്മുടെ ലീഫ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഇലകളൊന്ന് ജസ്റ്റ് സെൻറ്റർ പോർഷൻ കണ്ടിട്ട് ഒന്ന് ഒടിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് വിടർന്ന് നിന്നോളും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ 3 ഫ്ലവേഴ്സും അറ്റാച്ച് ചെയ്യേണ്ട ടൈമാണ്. ഇവിടെ നമ്മുടെ 3 ഫ്ലവറിൻ്റെ ഒരു സ്റ്റെം എന്ന് പറയുന്നത് കുറച്ച് നീട്ടത്തിലുള്ള സ്റ്റെമ്മായിരുന്നു അല്ലേ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് മടക്കി കൊടുത്ത് 3 സ്റ്റെമ്മുകളും കൂടി ഒരുമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് മടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് ചുരുട്ടി വെക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെക്കോർ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പണി കിട്ടാൻ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മൾ ഈ ഫ്ലവറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാനിത് സ്റ്റെമ്മൊന്ന് ഈ ബോട്ടിനകത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടടാ ഇത് ഇരിക്കുന്നില്ല. ഇതാണ് എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. കാരണം ആ സ്പോഞ്ച് അതിനകത്ത് ഇരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സ്പോഞ്ച് മാറ്റിയിട്ട് നമ്മൾ ലീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്ത കുറച്ച് ബാക്കിയുള്ള വേസ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഇല്ലേ, ക്രേപ്പ് പേപ്പർ ഗ്രീൻ കളർ, അതും കൂടി ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്
വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് അതിനകത്ത് ഇരുന്നു. അപ്പോൾ ഫ്ലവർ ഒന്ന് സെൻറ്റർ പോർഷൻ ആക്കിയിട്ട് നമ്മൾ ഈ ക്രേ പേപ്പർ ഒന്ന് ഉള്ളിൽ ഫില്ല് ചെയ്താണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രീനും കിട്ടും, നമുക്ക് നന്നായിട്ട് ഉറച്ച് ഇരുന്നോളും അതിനകത്തോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡെസ്ക് ഡെക്കോർ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്ക് 10 മിനിറ്റ് പോലും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.